ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് 9ാം ക്ലാസ് കെമിസ്ട്രി 3ാം പാഠത്തിൻ്റെ വിലയിരുത്താം എന്ന ഭാഗമാണ്. ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ലെറ്റസ് അസസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ചില രാസസമവാക്യങ്ങൾ തന്നിട്ടുണ്ട്. ഇത് ഞാനൊന്ന് എടുത്തെഴുതുവാണ്. ഇതിൽ എ ക്വസ്റ്റ്യൻ ഇതാണ്. ഈ തന്നിരിക്കുന്നവയിൽ സമീകൃത സമവാക്യങ്ങൾ ഏതെല്ലാം? നമുക്ക് നോക്കാം. ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഒരു കാർബൺ, ഇവിടെ രണ്ട്. അപ്പോൾ ഇത് സമീകൃതമാണല്ലോ. അപ്പോൾ നമുക്ക് എയുടെ ആൻസറായിട്ട് അത് എഴുതാം. അപ്പോൾ ഇത് സമീകൃതമാണ്. അടുത്തത് നോക്കാം. ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഒരു കാർബൺ, ഇവിടെ 4 ഹൈഡ്രജൻ, ഇവിടെയോ 2x2 അതായത് 4 ഹൈഡ്രജൻ, ഇവിടെ 2x2 അതായത് 4 ഓക്സിജൻ, ഇവിടെയോ ഇവിടെ 2 ഓക്സിജൻ ഉണ്ടല്ലേ, ഇവിടെയും 2 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ആകെ 4 ഓക്സിജൻ. അപ്പോൾ ഇതെല്ലാം തുല്യമാണല്ലോ, ഇതും സമീകൃതമാണ്. അതും ഒന്ന് എടുത്ത് എഴുതിയേക്കാം. ഇനി അടുത്തത് നോക്കാം. ഇവിടെ 2 നൈട്രജൻ, ഇവിടെ 1 നൈട്രജൻ. അപ്പോൾ നൈട്രജൻ്റെ എണ്ണം തുല്യമല്ലല്ലോ. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഇത് സമീകൃതമല്ല. ഇവിടെ ഒരു കാൽഷ്യം, ഇവിടെ ഒരു കാൽഷ്യം, ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഒരു കാർബൺ. കാൽഷ്യവും കാർബണും തമ്മിൽ തിരിഞ്ഞു പോകരുത്. കാൽഷ്യം Ca ആണ്, കാർബൺ C ആണ്. ഇവിടെ 3 ഓക്സിജൻ, ഇവിടെയോ ഇവിടെ 1, ഇവിടെ 2 അതായത് ആകെ 3 ഓക്സിജൻ. അപ്പോൾ ഇതും സമീകൃതമാണ്. അപ്പോൾ അത് എടുത്തെഴുതാം. അടുത്തത് നോക്കാം. ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ 1 ഹൈഡ്രജൻ. അപ്പോൾ സമീകൃതമല്ല. ഇവിടെ ഒരു അയൺ അതായത് ഇരുമ്പ്, ഇവിടെയും ഒരു അയൺ. ഇവിടെ 1 ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ. അപ്പോൾ തുല്യമല്ലല്ലോ, സമീകൃതമല്ല. അടുത്തത് നോക്കാം. ഇവിടെ 2 കാർബൺ, ഇവിടെയോ 1 കാർബൺ. അപ്പോൾ സമീകൃതമല്ല. അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഇനി ബി ക്വസ്റ്റ്യൻ ഇതാണ്. ഇവിടെ സമീകരിക്കാത്ത സമവാക്യങ്ങൾ സമീകരിച്ചെഴുതുക. സമീകരിക്കാത്തതിൽ ആദ്യത്തത് ഇതായിരുന്നു. ഇവിടെ 2 നൈട്രജൻ, ഇവിടെ 1 നൈട്രജൻ. അപ്പോൾ ഇവിടെ 2 എന്ന് എഴുതാം. ആദ്യം തൊട്ട് നോക്കാം. ഇവിടെ 2 നൈട്രജൻ, ഇവിടെ 2 നൈട്രജൻ, ഇവിടെ 2 ഓക്സിജൻ, ഇവിടെ 2 ഓക്സിജൻ. അതെന്തുകൊണ്ടാണ്? ഈ നൈട്രജനും ഓക്സിജനും ബാധകമാണ്. ഇപ്പോൾ സമീകരിച്ചല്ലോ, കഴിഞ്ഞു. ഇനി അടുത്തത് എഴുതാം. H2 + I2 gives Hi. ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ 1 ഹൈഡ്രജൻ. അപ്പോൾ ഇവിടെ എന്താ എഴുതേണ്ടത്? 2. ആദ്യം തൊട്ട് നോക്കാം. ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ 2 അയഡിൻ, ഇവിടെയും 2 അയഡിൻ. ഇപ്പോൾ ശരിയായി. ഇനി അടുത്തത് എഴുതാം. Fe + HCl gives FeCl2 + H2. ഇവിടെ ഒരു Fe, ഇവിടെ ഒരു Fe. Fe എന്ന് പറഞ്ഞാൽ ഇരുമ്പ് അല്ലെങ്കിൽ അയണാണ്. ഇവിടെ 1 ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ. അപ്പോൾ ഇവിടെ 2 എഴുതാലോ. ഇപ്പോഴോ ആദ്യം തൊട്ട് നോക്കാം. ഇവിടെ ഒരു Fe, ഇവിടെ ഒരു Fe, ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ. ഇവിടെ ഇപ്പോൾ 2 ക്ലോറിൻ ഉണ്ടല്ലേ, ഇവിടെയും 2 ക്ലോറിൻ. അപ്പോൾ ശരിയായി. അടുത്തത് നോക്കാം. CO2 + C gives CO. ഇവിടെ 2 കാർബൺ, ഇവിടെ 1 കാർബൺ. അപ്പോൾ ഇവിടെ 2 ആക്കാം. ആദ്യം തൊട്ട് നോക്കാം. ഇവിടെ 2 കാർബൺ, ഇവിടെ 2 കാർബൺ, ഇവിടെ 2 ഓക്സിജൻ, ഇവിടെ 2 ഓക്സിജൻ. ഇപ്പോൾ ശരിയായല്ലോ. അപ്പോൾ ബി ക്വസ്റ്റ്യൻ്റെ ആൻസറും കഴിഞ്ഞു. ഇനി സി ക്വസ്റ്റ്യൻ ഇതാണ്. ഇവയിൽ റിഡോക്സ് പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? റിഡോക്സ് പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സീകരണവും നിരോക്സീകരണവും ഒരുമിച്ച് നടക്കുന്നതാണ്. അതായത് ഒരു സമവാക്യത്തിൽ തന്നെ ഓക്സീകരണവും നിരോക്സീകരണവും ഉണ്ടായിരിക്കണം. നമുക്ക് നോക്കാം. കാർബൺ + ഓക്സിജൻ ഗീവ്സ് കാർബൺ ഡൈ ഓക്സൈഡ്. അതല്ലായിരുന്നു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, മറ്റു മൂലകങ്ങളുമായി ചേരാതെ ഒറ്റയ്ക്ക് നിൽക്കുന്നവരെ അവരുടെ എല്ലാം ഓക്സിഡേഷൻ നമ്പർ 0ആണ്. O2ൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0ആണ്. കാരണം എന്താ? ഇവിടെ 2 ഓക്സിജൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അല്ലെങ്കിൽ Cl2 ഇതിൻ്റെയൊക്കെ 0ആണ്. പക്ഷേ NaCl എന്നൊക്കെ പറയുമ്പോൾ അതൊരു സംയുക്തമാണ്. അതായത് അതിൽ വ്യത്യസ്ത ആറ്റങ്ങളുണ്ട്. അപ്പോൾ സോഡിയത്തിൻ്റെ ഇവിടെ 0അല്ല, ക്ലോറിൻ്റെയും ഇവിടെ 0അല്ല. പക്ഷെ മൊത്തത്തിൽ സോഡിയം ക്ലോറൈഡിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? 0ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കാർബണിൻ്റെ 0ആണല്ലോ, ഈ O2ൻ്റെയും 0ആണ്.
പക്ഷേ CO2-ൽ കാർബണിൻ്റെയും ഓക്സിജൻ്റെയും പൂജ്യമല്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് ഓക്സിഡേഷൻ നമ്പറുകൾ കാണാതെ അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഓക്സിജൻ്റെ -2 ആണ്. അങ്ങനെയാണെങ്കിൽ കാർബണിൻ്റെ കണ്ടെത്താം. അറിയാൻ പാടില്ലാത്തത് എക്സ് എന്നെടുക്കാം. കാർബൺ ആണ് എക്സ്. എക്സ് പ്ലസ് 2 ഓക്സിജൻ എന്ന് പറയുമ്പോൾ 2 × -2 = 0. 0 എവിടെ നിന്നാണ് വന്നത്? മൊത്തം CO2-ൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആയതുകൊണ്ടാണ് ഇവിടെ 0 എന്നിട്ടത്. എക്സ് പ്ലസ് -4 = 0. എക്സ് = 0. ഈ -4 അപ്പുറത്ത് വരുമ്പോൾ +4 ആകുന്നു. എക്സ് = +4. അപ്പോൾ ഇവിടെ കാർബൺ +4 ആണ്. ഇനി നമുക്ക് നോക്കാം. കാർബണിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0-ൽ നിന്ന് +4 ആയി. അതായത് ഓക്സിഡേഷൻ നമ്പർ കൂടി. ഓക്സിഡേഷൻ നമ്പർ കൂടുമ്പോൾ ഓക്സീകരണമാണ് സംഭവിക്കുക. ഇനി ഓക്സിജൻ്റെയോ 0-ൽ നിന്ന് -2 ആയി. അതായത് കുറഞ്ഞു. ഓക്സിഡേഷൻ നമ്പർ കുറയുമ്പോൾ നിരോക്സീകരണമാണ് സംഭവിക്കുക. അപ്പോൾ ഈ സമവാക്യത്തിൽ ഓക്സീകരണവും നിരോക്സീകരണവും ഉള്ളതുകൊണ്ട് ഇതൊരു റിഡോക്സ് പ്രവർത്തനമാണ്. അടുത്തത് നോക്കാം. CH4 + 2O2 gives CO2 + 2H2O. ഇവിടെയും കാർബണിൻ്റെ നമുക്കറിയത്തില്ല. കാർബണിൻ്റെ എപ്പോഴും +4 ആയിരിക്കത്തില്ല. ചിലപ്പോൾ അത് -4 ഒക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് അത് നമുക്ക് കാണാതെ പഠിച്ചു വെക്കാൻ പറ്റാത്തത്. അതേസമയം ഹൈഡ്രജനും ഓക്സിജനൊക്കെ നമുക്ക് കാണാതെ പഠിച്ചു വെക്കാനായിട്ട് പറ്റും. ഇവിടെ കാർബണിൻ്റെ കണ്ടെത്തണം. അത് നമുക്ക് എക്സ് എന്നെടുക്കാം. ഹൈഡ്രജൻ്റെ +1 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ എക്സ് + 4 × +1 = 0. അപ്പോൾ എക്സ് + 4 = 0. അതായത് എക്സ് = 0. ഈ +4 അപ്പുറത്ത് വരുമ്പോൾ -4 ആകും. അതായത് എക്സ് = -4. അപ്പോൾ കാർബണിൻ്റെ ഓക്സിഡേഷൻ നമ്പർ -4 ആണ്. ഇത് ഇത്രയൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഹൈഡ്രജൻ്റെ +1 അല്ലേ? അങ്ങനത്തെ 4 എണ്ണം എന്ന് പറയുമ്പോൾ +4. ഇത്രയും ഭാഗം +4 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് -4 ആയിരിക്കണം. എങ്കിലല്ലേ മൊത്തം 0 ആയിട്ട് കിട്ടുകയുള്ളൂ. അങ്ങനെ ആലോചിച്ച് വേണമെങ്കിലും ചെയ്യാം. O2 ഇവിടെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് 0 ആണ്. CO2 നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് തന്നെ ഞാൻ എഴുതുവാണ്. +4ഉം -2ഉം ആണ്. H2O ഹൈഡ്രജൻ്റെ +1 ആണെന്നറിയാം. അങ്ങനത്തെ 2 ഹൈഡ്രജൻ. നമ്മൾ ഈ ഓക്സിഡേഷൻ നമ്പർ എഴുതുമ്പോൾ ഈ രണ്ടൊന്നും നോക്കേണ്ട കാര്യമില്ല കേട്ടോ. ഈ ഫ്രണ്ടിലത്തെ നമ്പറുകൾ നമ്മൾ സമീകരിക്കുന്ന നമ്പറുകൾ നോക്കേണ്ട കാര്യമില്ല. ഇനി ഓക്സിജൻ്റെ -2 ആണെന്ന് നമുക്കറിയാം. ഇനി നോക്കാം. കാർബണിൻ്റെ ഓക്സിഡേഷൻ നമ്പർ -4-ൽ നിന്ന് +4 ആയി. അതായത് കൂടി. അപ്പോൾ ഓക്സീകരണം. ഹൈഡ്രജൻ്റെ +1ഉം +1ഉം തന്നെയാണ്. മാറ്റമൊന്നുമില്ല. ഓക്സിജൻ്റെ 0-ൽ നിന്ന് -2 ആയി. അതായത് കുറഞ്ഞു. അപ്പോൾ നിരോക്സീകരണം. അതായത് ഇവിടെ ഓക്സീകരണവും നിരോക്സീകരണവും ഉണ്ട്. അതുകൊണ്ട് ഇത് റിഡോക്സ് പ്രവർത്തനം ആണ്. അടുത്തത് N2 + O2 gives NO. N2-ൻ്റെ 0 ആണല്ലോ. O2-ൻ്റെ 0 ആണ്. കാരണം എന്താ? ഇവിടെ വേറെ മൂലകങ്ങളൊന്നുമില്ല. ഇനി NO ഓക്സിജൻ -2 ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇത് +2 ആയിരിക്കണമല്ലോ. എങ്കിലല്ലേ ഇത് മൊത്തത്തിൽ 0 വരികയുള്ളൂ. ഇനി നോക്കാം. നൈട്രജൻ്റേത് 0-ൽ നിന്ന് +2 ആയി. അതായത് ഓക്സിഡേഷൻ നമ്പർ കൂടി. അപ്പോൾ ഓക്സീകരണം. ഓക്സിജൻ്റെയോ 0-ൽ നിന്ന് -2 ആയി. അതായത് കുറഞ്ഞു. അപ്പോൾ നിരോക്സീകരണം. രണ്ടുമുണ്ടല്ലോ. ഓക്സീകരണവും നിരോക്സീകരണവും ഉണ്ട്. അപ്പോൾ ഇത് റിഡോക്സ് പ്രവർത്തനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാൽഷ്യം കാർബണേറ്റ് ഗീവ്സ് കാൽഷ്യം ഓക്സൈഡ് + കാർബൺ ഡയോക്സൈഡ്. കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും +2 ആണെന്ന് അറിഞ്ഞിരിക്കണം. ഇവിടെ കാർബണിൻ്റെ നമുക്കറിയത്തില്ല. അത് എക്സിറ്റ് ചെയ്യാം. ഓക്സിജൻ -2 ആണെന്നറിയാലോ. കാർബണിൻ്റെ കണ്ടെത്താൻ വേണ്ടി കാൽഷ്യത്തിൻ്റെ ആദ്യം എഴുതി 1 × +2 പ്ലസ് കാർബണിൻ്റെ എക്സ് എന്നെടുക്കാം. ഇവിടെ 3 ഓക്സിജൻ. അപ്പോൾ 3 × -2 = 0. 1 × +2 എന്ന് പറഞ്ഞാൽ 2 പ്ലസ് എക്സ് പ്ലസ് 3 × -2 എന്ന് പറഞ്ഞാൽ -6 = 0. അതായത് എക്സ് = 0. ഈ -6 അപ്പുറത്ത് വരുമ്പോൾ +6ഉം ഈ +2 അപ്പുറത്ത് വരുമ്പോൾ -2ഉം ആകുന്നു. എക്സ് = 0 - 2 അതായത് -2 + 6 അതായത് +4.
അപ്പോൾ ഇവിടെ കാർബൺ പോസിറ്റീവ് 4. ഇനി കാൽഷ്യം ഓക്സൈഡ്, കാൽഷ്യം പോസിറ്റീവ് 2 ആണെന്ന് നമുക്കറിയാം, ഓക്സിജൻ -2 ആണെന്ന് നമുക്കറിയാം. കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാനങ്ങ് എടുത്തെഴുതി. ഇനി നോക്കാം, കാൽഷ്യം ഇവിടെ പോസിറ്റീവ് 2, ഇവിടെ പോസിറ്റീവ് 2, കാർബൺ ഇവിടെ പോസിറ്റീവ് 4, ഇവിടെ പോസിറ്റീവ് 4, ഓക്സിജൻ -2 ഒരു മാറ്റവുമില്ല. അപ്പോൾ ഇവിടെ ഓക്സീകരണവും ഇല്ല, നിരോക്സീകരണവും ഇല്ല. അപ്പോൾ ഇവിടെ റിഡോക്സ് പ്രവർത്തനമല്ല. അടുത്ത ക്വസ്റ്റ്യൻ, H2 + I2 gives HI. H2 എങ്ങനെയാണ്? 0ആണ്, I2 0ആണ്, ഹൈഡ്രജൻ +1 ആണ്, അയഡിൻ -1 ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടത്. ഹൈഡ്രജൻ 0ൽ നിന്ന് +1 ആയി, അതായത് ഓക്സിഡേഷൻ നമ്പർ കൂടി, അപ്പോൾ ഓക്സീകരണം. അയഡിൻ 0ൽ നിന്ന് -1 ആയി, അതായത് കുറഞ്ഞു, അപ്പോൾ നിരോക്സീകരണം. അപ്പോൾ ഇത് റിഡോക്സ് പ്രവർത്തനമാണല്ലോ. അപ്പോൾ ഇത് റിഡോക്സ് പ്രവർത്തനമാണ്. അടുത്തത്, Fe + HCl gives FeCl2 + H2. Fe ഇവിടെ 0ആണ്, HClൽ ഹൈഡ്രജൻ +1ഉം ക്ലോറിൻ -1ഉമാണ്. ഇത് രണ്ടും നമുക്ക് കാണാതെ പഠിക്കാനുണ്ടായിരുന്നു. FeCl2ലോ ക്ലോറിൻ -1 ആണെന്ന് നമുക്കറിയാം. അങ്ങനത്തെ 2 ക്ലോറിനുണ്ട്, അപ്പോൾ മൊത്തം -2 ആയി. അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്? +2. നമുക്ക് എക്സ് ഉപയോഗിക്കാതെ തന്നെ ഇങ്ങനെ കണ്ടെത്താം. ഇവിടെ H2 വെറുതെ നിൽക്കുവാണ്, അപ്പോൾ 0. ഇനി നോക്കാം, Fe 0ൽ നിന്ന് +2 ആയി, അതായത് കൂടി, അപ്പോൾ ഓക്സീകരണം. ഹൈഡ്രജൻ +1ൽ നിന്ന് 0 ആയി, അതായത് കുറഞ്ഞു, അപ്പോൾ നിരോക്സീകരണം. ക്ലോറിന് മാറ്റമൊന്നുമില്ല, -1 ആണ്. ഓക്സീകരണവും നിരോക്സീകരണവും ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ ഇത് റിഡോക്സ് പ്രവർത്തനമാണ്. അടുത്തത്, CO2 + C gives CO. CO2ൻ്റെ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു, അതെഴുതി. വെറുതെ C എന്ന് പറഞ്ഞാൽ 0ആണ്. ഇവിടെയോ ഓക്സിജൻ -2, അപ്പോൾ ഇത് +2 ആയിരിക്കണമല്ലോ. കാർബൺ ഇവിടെ +4ൽ നിന്ന് +2 ആയി, അതായത് കുറഞ്ഞു, അപ്പോൾ നിരോക്സീകരണം. ഓക്സിജന് രണ്ടിടത്തും -2 ആണ്, അതായത് മാറ്റമില്ല. ഇനി ഈ കാർബണോ 0ൽ നിന്ന് +2 ആയി, അതായത് കൂടി, അപ്പോൾ ഓക്സീകരണമായി. ഇവിടെ ഓക്സീകരണവും നിരോക്സീകരണവും ഉണ്ട്. ഇതൊരു റിഡോക്സ് പ്രവർത്തനമാണ്. ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്താണ്? കാർബണിന് തന്നെയാണ് ഓക്സീകരണവും നിരോക്സീകരണവും സംഭവിച്ചത്. ഇവിടെ കാർബൺ 0ൽ നിന്ന് +2 ആയി, അതായത് കൂടി, അപ്പോൾ ഓക്സീകരണം. ഇവിടെയോ നിരോക്സീകരണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ, അതായത് പാർട്ട് 2 വീഡിയോയിൽ ചെയ്ത ഒരു കാര്യമാണ്. മാർബിൾ കഷ്ണവും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള രാസപ്രവർത്തനം. അവർ രാസസമവാക്യം തന്നിട്ടുണ്ട്. മാർബിൾ എന്ന് പറഞ്ഞാൽ കാൽഷ്യം കാർബണേറ്റ് ആണ്. അതും ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടി ചേരുമ്പോൾ കാൽഷ്യം ക്ലോറൈഡ്, ജലം, കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഉണ്ടാകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ ഇതാണ്. ഇവിടെ ഉണ്ടാകുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ? അവർ തന്നിട്ടുണ്ട്. ഈ വാതകത്തെ എങ്ങനെ തിരിച്ചറിയാം? അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നുണ്ട് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്നാണ് ചോദിച്ചത്. കാർബൺ ഡൈ ഓക്സൈഡിന് ഒരു പ്രത്യേകതയുണ്ട്. അത് തീ അണയ്ക്കാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു കത്തിച്ച മെഴുകുതിരിയോ അല്ലെങ്കിൽ കത്തിച്ച എന്തെങ്കിലും ഒരു വസ്തു നമ്മൾ ഈ രാസപ്രവർത്തനം നടത്തുന്ന ബീക്കറിലോ അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബിനടുത്തോ കൊണ്ടുവരികയാണെങ്കിൽ അത് കെട്ടുപോകും. അങ്ങനെയാണ് നമുക്ക് ഈ വാതകത്തെ തിരിച്ചറിയാൻ കഴിയുക. കത്തുന്ന തീജ്വാലയിലേക്ക് ഈ വാതകം കാണിച്ചാൽ ജ്വാല അണയുന്നു. അടുത്തത് ബി ക്വസ്റ്റ്യൻ. ഈ രാസപ്രവർത്തനത്തിൻ്റെ വേഗം കൂട്ടാൻ നമുക്ക് 2 മാർഗങ്ങൾ നിർദ്ദേശിക്കാനാണ് പറഞ്ഞത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതേ ക്വസ്റ്റ്യൻ തന്നെ ചെയ്തതാണ്. കാൽഷ്യം കാർബണേറ്റ്, അതായത് മാർബിൾ പൊടിച്ചിടുകയാണെങ്കിൽ അതിൻ്റെ വേഗത കൂടും. കാരണം എന്തായിരുന്നു? മാർബിൾ പൊടിക്കുമ്പോൾ അതിൻ്റെ പ്രതല പരപ്പളവ് കൂടുന്നു, അപ്പോൾ രാസപ്രവർത്തന വേഗം കൂടുന്നു. രണ്ടാമത്തെ മാർഗം ഇതാണ്. ഉപയോഗിക്കുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഗാഢത കൂട്ടണം. അപ്പോൾ എന്താണ് സംഭവിക്കുക? ഗാഢത കൂടുമ്പോൾ രാസപ്രവർത്തനത്തിൻ്റെ വേഗം കൂടുന്നു. അപ്പോൾ എങ്ങനെ എഴുതാം? ഉപയോഗിക്കുന്ന HClൻ്റെ ഗാഢത കൂട്ടുക, അപ്പോൾ രാസപ്രവർത്തന വേഗം കൂടും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. സൾഫർ കഷ്ണങ്ങൾ, അതായത് സൾഫറിൻ്റെ കഷ്ണങ്ങൾ തണുത്ത ഗാഢ നൈട്രിക് ആസിഡുമായി പ്രവർത്തിക്കുന്നില്ല, എന്നാൽ സൾഫർ പൗഡർ പ്രവർത്തിക്കുന്നു. ക്വസ്റ്റ്യൻ ഇതാണ്.
ഇവിടെ രാസപ്രവർത്തന വേഗത കൂടാനുള്ള കാരണം വിശദമാക്കുക. അതായത് സൾഫർ കഷ്ണങ്ങൾ നൈട്രിക് ആസിഡുമായിട്ട് പ്രവർത്തിക്കില്ല. തണുത്ത നൈട്രിക് ആസിഡ് എന്നാണ് പറഞ്ഞത്. നൈട്രിക് ആസിഡ് തണുത്തതുമാണ്, ഗാഢതയുള്ളതുമാണ്, അതായത് വീര്യം കൂടിയതുമാണ്. സൾഫർ പൗഡർ പ്രവർത്തിക്കാനുള്ള കാരണം എന്താണ്? ഒരു വസ്തു നമ്മൾ പൊടിച്ചിടുമ്പോൾ അതിൻ്റെ പ്രതല പരപ്പളവ് കൂടുന്നു. പ്രതല പരപ്പളവ് കൂടുമ്പോൾ രാസപ്രവർത്തന വേഗം കൂടുന്നു. അപ്പോൾ എയുടെ ആൻസർ എന്താണ്? പ്രതല പരപ്പളവ് കൂടുമ്പോൾ രാസപ്രവർത്തന വേഗത കൂടുന്നു. ബി ക്വസ്റ്റ്യൻ ഇതാണ്. ഈ പ്രവർത്തനത്തിൻ്റെ വേഗത ഇനിയും കുറച്ചും കൂടി കൂട്ടണമെന്നിരിക്കട്ടെ, നിങ്ങൾ എന്ത് മാർഗം സ്വീകരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാരണവും ചോദിച്ചിട്ടുണ്ട്. ഇവിടെ തണുത്ത ഗാഢ നൈട്രിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ചൂടാക്കുമ്പോൾ ഒരു രാസപ്രവർത്തനം വേഗത്തിൽ നടക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ടെസ്റ്റ് ട്യൂബ് അല്ലെങ്കിൽ ബീക്കർ ചൂടാക്കുക. അതിൻ്റെ കാരണം എന്താണ്? ചൂടാക്കുമ്പോൾ തന്മാത്രകൾ തമ്മിലുള്ള കൂട്ടിമുട്ടലുകൾ, അതായത് കൊളീഷൻസ് കൂടുന്നു. അതുകൊണ്ട് രാസപ്രവർത്തന വേഗതയും കൂടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇതും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് വിഘടിച്ചു പോവാതിരിക്കാനായി അതിലേക്ക് കുറച്ച് ഫോസ്ഫോറിക് ആസിഡ് ചേർക്കാറുണ്ട്. എ ക്വസ്റ്റ്യൻ ഇതാണ്. ഇവിടെ ഫോസ്ഫോറിക് ആസിഡിൻ്റെ ധർമ്മം എന്ത്? ഹൈഡ്രജൻ പെറോക്സൈഡ് തന്നെത്താനെ വിഘടിച്ച്, അതായത് സ്പ്ലിറ്റ് ചെയ്ത് വെള്ളവും ഓക്സിജനുമായി മാറാറുണ്ട്. നമ്മൾ ഫോസ്ഫോറിക് ആസിഡ് ചേർക്കുമ്പോൾ ഈ വിഘടനത്തിൻ്റെ വേഗത കുറയും, അതായത് രാസപ്രവർത്തന വേഗത കുറയും. ഇങ്ങനെ ഒരു രാസപ്രവർത്തനത്തിൻ്റെ വേഗത കുറയ്ക്കാനായി ഉപയോഗിക്കുന്ന വസ്തുവാണ് എന്തെന്ന് പറയുക? നെഗറ്റീവ് ഉൽപ്രേരകം എന്ന് പറയുക. അപ്പോൾ ഇവിടെ ഫോസ്ഫോറിക് ആസിഡിൻ്റെ ധർമ്മം എന്ത്? രാസപ്രവർത്തന വേഗത കുറയ്ക്കുക. ഇത്തരം പദാർത്ഥങ്ങൾ ഏത് തരത്തിൽ അറിയപ്പെടുന്നു? നെഗറ്റീവ് ഉൽപ്രേരകം. ഇനി പറഞ്ഞിരിക്കുന്നത് വേഗത കുറയ്ക്കാൻ ഫോസ്ഫോറിക് ആസിഡാണ് ഉപയോഗിച്ചത്. അതുപോലെ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ വിഘടന വേഗത കൂട്ടണമെങ്കിൽ നമ്മൾ എന്ത് പദാർത്ഥമാണ് ഉപയോഗിക്കേണ്ടത്? നമ്മൾ കണ്ടായിരുന്നു മാംഗനീസ് ഡയോക്സൈഡ്, അതായത് MnO2 ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ മാംഗനീസ് ഡയോക്സൈഡ് ബ്രാക്കറ്റിൽ MnO2 എന്നെഴുതുക.